സോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ 2 വരെയാണ് ചെയ്തത്. അതായത് 0 തൊട്ട് 0 ലെവൽ വരെയാണ് ബാൻഡിൻ്റെ കംപ്ലീറ്റ് ആക്കിയത്. സോ നമ്മളിന്ന് ബാക്കി ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിന്ന് 2 തൊട്ട് 3-ാമത്തെ, അതായത് 2 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ 3-ാമത്തെ ലെവലിൻ്റെ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ. ബാൻഡിറ്റ് ലെവൽ 2 തൊട്ട് 3ലേക്കുള്ള കണക്ട് ചെയ്യേണ്ട പാസ്വേഡ് നമുക്ക് ലഭിക്കുന്നത്. ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈസ് സ്റ്റോർഡ് ഇൻ എ ഫയൽ കോൾഡ് സ്പേസസ് ഇൻ ദിസ് ഫയലിന് ലൊക്കേറ്റഡ് ഇൻ ദ ഹോം ഡയറക്ടറി. സോ ഹോം ഡയറക്ടറിയിലെ ഒരു സ്പേസ് അനുസരിച്ച്, അതായത് സ്പേസസ് ഇൻ ദിസ് ഫയൽ നെയിം എന്ന് പറഞ്ഞ ഒരു ഫയലിനാണ് നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള പാസ്വേഡ് ഉള്ളത്. സോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്യാം. സോ നമുക്കിപ്പം കണക്ട് ചെയ്യേണ്ടത് ലെവൽ 2ലേക്കാണ്. നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്വേഡൊക്കെ ഒരു ഡയറക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഫയലിൽ, ടെക്സ്റ്റ് ഫയലിൽ സേവ് ചെയ്യുന്ന വെച്ചാൽ നല്ലതായിരിക്കും നമുക്ക്. സോ നമ്മൾ ആ സംഭവം കോപ്പി ചെയ്തെടുക്കുന്നു. ഓക്കെ, കണക്റ്റായി. സോ കണക്റ്റായിട്ട് നമുക്ക് അവിടെ ആ ഫയലുണ്ടോ നോക്കും. സ്പേസസ് ഇൻ ദിസ് ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ അവിടെ ഉണ്ട്. സോ ആ ഫയൽ റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് കാറ്റ് തന്നെയാണ് ഒബ്വിയസ്ലി. സോ നമ്മൾ ആ ഫയൽ നെയിം അടിച്ചു കൊടുക്കുന്നു. സോ സ്പേസസ് ഒന്നെങ്കിൽ നിങ്ങളിങ്ങനെ സ്ലാഷ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടാബ് അടിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സ് SP അടിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ S അടിച്ചു കഴിഞ്ഞിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഡയറക്ടറിയിൽ, നമ്മളിപ്പോൾ കറണ്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഡയറക്ടറിയിൽ ഏത് ഫയലാണുള്ളത്, Sൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ ഫുൾഫിൽ ആയിക്കോളും. സോ ടാബ് അടിച്ചു കഴിഞ്ഞാൽ, സോ നമ്മൾ ടാബ് അടിച്ചു, അത് റീഡ് ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള പാസ്വേഡ് കിട്ടി. സോ ആ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ആ പാസ്വേഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഫയൽ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മൾ ലെവൽ 2 നെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലെവൽ 3ലേക്ക് കണക്ട് ചെയ്യാണ്. സോ ലെവൽ 3ലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ലെവൽ 3ലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പാസ്വേഡ് നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മൾ കൊടുത്തു. സോ ലെവൽ 3 നിന്ന് 4ലേക്ക് പോകാനുള്ള പാസ്വേഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈസ് സ്റ്റോർഡ് ഇൻ എ ഹിഡൻ ഫയൽ ഇൻ ദ ഇൻഹിയർ ഡയറക്ടറി. സോ ഹോമിൽ ഏതോ ഒരു ഇൻഹിയർ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഉണ്ടോ തോന്നുന്നു. യെസ്, ഡയറക്ടറി ഉണ്ട്. സോ ആ ഡയറക്ടറിയിലേക്ക് നമ്മൾ കയറുന്നു. ഒരു ഡയറക്ടറിയിൽ നിന്ന് അകത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് CD. സോ നമ്മൾ ഇൻഹിയർ ഡയറക്ടറി കയറുന്നു. സോ ഇൻഹിയർ ഡയറക്ടറിയിൽ എന്താണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കാണത്തില്ല. ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. സാധാ LSൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാനുള്ള കമാൻഡ് അടിച്ചപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഹിഡൻ ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ഉണ്ട്. സോ -LA എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. സോ നമുക്ക് -LA അടിച്ച് നോക്കാം. സോ -LA അടിച്ചപ്പോൾ ഹിഡൻ ഫ്രം വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ അവിടെ ഉള്ളതായിട്ട് കാണുന്നു. സോ നമ്മളത് ഓക്കെ, നമ്മൾ ആ ഫയൽ നമ്മൾ റീഡ് ചെയ്തു. സോ ആ ഫയൽ റീഡ് ചെയ്തു. ആ ഫയലിൻ്റെ ഹിഡൻ ഫ്രം വ്യൂവിൻ്റെ ഫയലിൻ്റെ ഫ്രണ്ടിൽ 3 ഡോട്ട് ഉണ്ട്. അത് ഹൈഡാണ്. ബാക്കി 2 ഡയറക്ടറിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഡയറക്ടറി ആണെന്നാണ് അർത്ഥം. ഇതൊക്കെ റൂട്ട് ഡയറക്ടറീസ് ആണ്. ഇത് ഒരു ടെക്സ്റ്റ് ഫയലാണ്. സോ ആ ടെക്സ്റ്റ് ഫയൽ നമ്മൾ റീഡ് ചെയ്യുന്നപ്പോൾ കാറ്റ് യൂസ് ചെയ്ത് റീഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള പാസ്വേഡ് കിട്ടി. സോ ലെവൽ 4ലേക്കുള്ള പാസ്വേഡ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അത് കോപ്പി ചെയ്യാം. സോ നമ്മൾ അത് സേവ് ചെയ്യാം. സോ അടുത്ത ഇപ്പം നമുക്ക് 4ാമത്തെ ലെവലിലേക്കുള്ള പാസ്വേഡ് കിട്ടി. സോ ഇനി 4ാമത്തെ ലെവലിൽ നിന്ന് 5ാമത്തെ ലെവലിലേക്കുള്ള പാസ്വേഡ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മൾ ആദ്യം ലെവൽ 3 എക്സിറ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ 4ാമത്തെ ലെവലിലേക്ക് കടന്നു. 4ാമത്തെ ലെവലിൽ നിന്ന് 5ാമത്തെ ലെവലിലേക്ക് പോകാമെന്ന് വെച്ചാൽ അതിൻ്റെ പാസ്വേഡ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ നമ്മൾ ക്വസ്റ്റ്യൻ അയച്ചു കഴിഞ്ഞാൽ, ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈ സ്റ്റോർഡ് ഇൻ ദ ഓൺലി ഹ്യൂമൻ റീഡബിൾ ഫയൽ ഇൻ ദ ഇൻഹിയർ ഡയറക്ടറി. സോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ടെർമിനൽ ഈസ് മെസ്ഡ് അപ്പ് ട്രൈ ദ റീസെറ്റ് കമാൻഡ്. സോ ഇതാണ്. സോ നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അടുത്ത ലെവലിലേക്കുള്ള പാസ്വേഡ് ഇൻഹിയർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതൊരു ഹ്യൂമൻ റീഡബിൾ ഫയലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഇൻഹിയർ എന്ന് പറഞ്ഞ ഡയറക്ടറി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. സോ അതിന് നമ്മൾ LS എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തു. സോ ഒബ്വിയസ്ലി ദർ ഇസ് ഇൻഹിയർ ഡയറക്ടറി എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഹിയർ ഡയറക്ടറിയിലേക്ക് നമ്മൾ
cd കമാൻഡ് യൂസ് ചെയ്തിട്ട് കടക്കാണ്. സോ ഇനിയർ കമാൻഡറിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം ലൈക്ക് ഡയറക്ടറിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പം സോ നമുക്ക് കുറേ ഫയൽസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിൽ ഏതാണ് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫയൽ നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കും. ലൈക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ലൈക്ക് എക്സ് എന്നൊക്കെ പറയുന്ന പോലെ മാഗ്മാറ്റിക്സ് എക്സ് എന്ന് പറയുന്ന പോലെ. സോ എനി വൺ എന്ത് വേണമെങ്കിലും ആകാം. സോ നമ്മൾ ഇപ്പം ഫയൽ സ്റ്റാർ എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫയൽ 0 ആയിരിക്കും, ഫയൽ 02 ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ ഇതിൽ ഫയൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. സോ ഫയൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഫയൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അത് ഡയറക്ടറി ആണോ അല്ലെങ്കിൽ ടെസ്റ്റ് ഫയൽ ആണോ, സോ ദ ടൈപ്പ് ഓഫ് ദ ഫയൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഇൻഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇൻഹിയർ എന്ന് കൊടുക്കാൻ പറ്റില്ല. സോ ഫയൽ ഇൻഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ സോ അതൊരു ഡയറക്ടറി ആണെന്ന് കാണിച്ചു. സോ അത് എന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് അറിയാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. സോ ഈ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ ഇൻഹിയറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻഹിയറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫയൽ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് സ്റ്റാർ. ഓക്കെ. സോ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ലൈക്ക് ഡോട്ട് സ്ലാഷ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് എ ഹൈഫൺ ഫയൽ 00 അങ്ങനെയാണ് ഫയൽ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡോട്ട് സ്ലാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ദെൻ സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ ഈ കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ ലൈക്ക് നമുക്കിവിടെ ലൈക്ക് എന്തൊക്കെയാണ് ഒന്ന് മനസ്സിലാവുന്നുണ്ട്, ഓരോരോ ഫയലിലും എന്തൊക്കെ ഡാറ്റയാണുള്ളത്. സോ ഇവിടെ നമ്മൾ ലൈക്ക് ഫയൽ 07 നോക്കിക്കഴിഞ്ഞാൽ ആസ്കി ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആസ്കി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കൺവേർട്ടിംഗ് ആണ് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ഒരു മെഷീൻ റീഡബിൾ സാധനത്തിനെ ഒരു കമ്പ്യൂട്ടർ റീഡബിൾ സാധനത്തിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ആസ്കി എന്ന് പറഞ്ഞ സാധനം. ആസ്കിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ലൈക്ക് അപ്പം ഫയൽ 07 ലൈക്ക് അതൊരു ആസ്കി ഫയലാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഫയലാണ് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് അത് ക്യാറ്റ് ചെയ്ത് നോക്കാം. സോ അത് ക്യാറ്റ് ചെയ്ത് തീർന്നപ്പോൾ നമുക്ക് ലെവൽ 5ലേക്കുള്ള പാസ്വേഡ് കിട്ടി. സോ ഈ ഫയൽ കോപ്പി ചെയ്യാം, നമ്മുടെ ഫയലിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്ത് വെക്കുക. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ ഗൈസ്.